അതിനുശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത് വയൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാമി വനുസിലൽ മലായികതു തൻസീലാ. മുസ്ലിമീങ്ങളെ, വളരെ ബഹുമാനത്തോടെ ഞാനും നിങ്ങളും ഓതുന്ന ഖുർആനിലുള്ള പച്ച യാഥാർത്ഥ്യങ്ങളാ. ഇന്ന് വരെ എന്താണ് ഈ ഖുർആനിലുള്ളത്? എന്താ റബ്ബ് നമ്മോട് പറയുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ വിശുദ്ധ ഖുർആനാ, കെട്ടുകഥകളല്ല, ഐതിഹ്യമല്ല, പുരാണമല്ല, ലൈഫായ ഹദീസല്ല. നമ്മൾ ഒരക്ഷരത്തിന് 100 കൂലി കിട്ടുമെന്ന് പറഞ്ഞ ഖുർആനിലുള്ളത്. ആകാശം കണ്ടുകീറി, ആകാശങ്ങൾ പൊട്ടിക്കീറിയിട്ട് പൊട്ടിക്കീറി ആകാശത്തിന്റെ വെടവിലൂടെ വനുസിലൽ മലായികതു തൻസീലാ. കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരികയാ. അറിയുമോ, ഈ ദുനിയാവിലുള്ള മൊത്തം മനുഷ്യരുടെ ജിന്നുകളുടെ 10 ഇരട്ടി മലക്കുകൾ ഒന്നാം ആകാശത്തുണ്ട്. 20 ഇരട്ടി മലക്കുകൾ രണ്ടാം ആകാശത്തുണ്ട്. 30 ഇരട്ടി മൂന്നാം ആകാശത്തുണ്ട്. 40 ഇരട്ടി നാലാം ആകാശത്തുണ്ട്. 7ആം ആകാശത്ത് മൊത്തം ഭൂമിയിലുള്ള മനുഷ്യരുടെ ജിന്നുകളുടെ 70 ഇരട്ടി ഉണ്ട്. ആ മലക്കുകൾ മൊത്തം ഇറങ്ങി വന്നു, ചുറ്റും നിന്നു. കേട്ടോ, അല്ലാഹ് മുഴുവനും സഫ് കെട്ടിപ്പോയി, സഫായ നിലക്ക് നിൽക്കുന്നു, അണിയണിയായിട്ട് നിൽക്കുന്നു. അവിടത്തേക്ക് റബ്ബ് വരുന്നു. റബ്ബ് പ്രത്യക്ഷപ്പെടുമ്പോ അല്ലാഹ് സർവ സൃഷ്ടികളും മനുഷ്യരും ജിന്നുകളും നല്ലവനും തീയവനും എല്ലാവരും റബ്ബിനെ കാണുന്നുണ്ട്. സന്തോഷത്തിന്റെ റബ്ബല്ല, കാരുണ്യത്തിന്റെ കാഴ്ചയല്ല, അനുഗ്രഹത്തിന്റെ കാഴ്ചയല്ല. ക്രോധനായ റബ്ബിനെ കാണാത്തവരില്ല. സിംഹാസനത്തിൽ റബ്ബ് പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി സർവ സൃഷ്ടികളും സുജൂദിന് വീഴുന്നു, റബ്ബിന് സുജൂദ് ചെയ്യുന്നു. പക്ഷേ വിശുദ്ധ ഖുർആന് പച്ചയായിട്ട് പറയുന്നു, ഫലാ യസ്തതീഊ. മുനാഫിഖീങ്ങൾക്ക് സുജൂദ് കഴിയില്ല, കാഫിരീങ്ങൾക്ക് സുജൂദ് കഴിയില്ല. കൃത്യമായിട്ട് 5 വഖത്ത് നിസ്കരിക്കാത്തവന് സുജൂദ് കഴിയില്ല. അവന്റെ ഊരവളയില്ല. അവനതാ മുട്ടുകുത്തുന്നതിന് പകരം അവൻ മുഖം കുത്തി വീഴുകയാ. അതേ, കൃത്യമായിട്ട് നിസ്കരിച്ച ഭർത്താവ് സുജൂദിൽ, ഭാര്യ കുന്തം പോലെ നിൽക്കുന്നു, ഉപ്പൈദാ സുജൂദിൽ കിടക്കുന്നു, മക്കൾ ഇങ്ങനെ നിൽക്കുന്നു. ഖുർആനിലെ വയഖ്ശാഹുദില്ല തർഹഖുദില്ല. അപമാനം പൊതിഞ്ഞു പോയി, മുഖം കെട്ടുപോയി. അല്ലാഹ് പറയുകയാ, വഖദ് കാനൂ യുദ്ഔന ഇലസ്സുജൂദി വഹും സാലിമൂൻ. ദുനിയാവിൽ വെച്ച് കൃത്യമായിട്ട് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ, ഊരക്ക് കംപ്ലൈന്റ് ഇല്ലാതിരുന്നപ്പോ, മുട്ടിന് കംപ്ലൈന്റ് ഇല്ലാതിരുന്നപ്പോ, എത്ര വേണമെങ്കിലും ഓടാനും ചാടാനും തിരിയാനും അറിയാനും ഒക്കെ ആരോഗ്യമുള്ളപ്പോ, സുജൂദിലേക്ക് വിളിക്കപ്പെട്ടപ്പോ അത് സ്വീകരിക്കാത്തവനാ. ഇന്നവന് സാധ്യമല്ല. അല്ലാഹു തആല അവരെ ഊരയെ ഒരു കൊമ്പ് പോലെ, അതാ മൃഗത്തിന്റെ കൊമ്പ് പോലെ അല്ലാഹ് ആക്കി തീർത്തു. റസൂലുള്ളാഹ് ആ നിലക്ക് നിൽക്കും. ഞാൻ നിർത്തുകയാണ്. അല്ലാഹ് ആദ്യം തന്നെ പറയാൻ പോണ എന്താ അറിയുക? മിണ്ടിപ്പോകെ ഒരൊറ്റ കുട്ടിന് മിണ്ടാൻ പാടില്ല, ഒരക്ഷരം ഒരാൾ മിണ്ടാൻ പാടില്ല. ആദ്യത്തെ അല്ലാഹുവിന്റെ ഓർഡർ അതാണ്. ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ദുൽമ നിങ്ങൾ ചെയ്തു, എന്തൊക്കെ അക്രമങ്ങൾ നിങ്ങൾ ചെയ്തു, ഞാൻ തന്ന എന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ, എന്റെ ഭൂമിക്ക് മുകളിൽ, ഞാൻ തന്ന ആരോഗ്യം കൊണ്ട്, ഞാൻ തന്ന കണ്ണുകൊണ്ട്, ഞാൻ തന്ന ലൈംഗികാവയവങ്ങളെ കൊണ്ട്, ഞാൻ തന്ന എന്റെ ഓക്സിജൻ ശ്വസിച്ചിട്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്തു, ഞാൻ മിണ്ടിയില്ലല്ലോ. അപ്പോഴൊന്നും ഞാൻ മിണ്ടിയില്ലല്ലോ. അൻസിതു, മിണ്ടിപ്പോകരുത്. ഒരൊറ്റ കുട്ടിയെ മിണ്ടരുത്. ഈ ദുനിയാവിൽ എന്തൊക്കെ പരാക്രമങ്ങൾ ചെയ്തു.
ഈ പരാക്രമം ചെയ്തപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ, ഞാൻ നിങ്ങളോടൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് മിണ്ടിപ്പോകരുത്. ആ രൂപത്തിൽ അല്ലാഹു നിർത്തുന്നു. സുബ്ഹാനല്ലാഹ്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തീരാത്തത് അല്ലാഹുവിനെ എനിക്ക് തൗഫീഖ് ചെയ്താൽ ഇവിടെ അങ്ങോട്ട് പറയും. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യന് ആഖിറത്തെ പറ്റി അറിയില്ല, വിചാരണയെ പറ്റി അറിയില്ല, ഇനി സംഭവിക്കാൻ പോകുന്ന ഒന്നും അറിയില്ല. അത് കേട്ടിട്ടില്ല. പഴയ കാലത്ത് ഉസ്താദുമാർ 40 ദിവസമൊക്കെ വഅദ് പറഞ്ഞിരുന്നത് കേട്ടു, വളരെ അപൂർവമായിട്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന് പേടിയില്ലാത്തത്, അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന് ബോധമില്ലാത്തത്. ഇതൊക്കെ നമ്മുടെ ഖുർആനിലുള്ളതാണ്, പച്ചയായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആഖിറത്തെ പറ്റി ബോധം വേണം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇപ്പോൾ വിചാരണ നിൽക്കുന്നേ ഉള്ളൂ, വിചാരണ തുടങ്ങിയിട്ടില്ല, തങ്ങളെ ശഫാഅത്ത് വന്നിട്ടില്ല, തങ്ങളെ നമുക്ക് കണ്ടെത്തുന്ന അവസരം വന്നിട്ട് അന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂൽ അന്ന് എല്ലാ ജനങ്ങളും ഇങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ എല്ലാവരും വിളിക്കുന്ന അന്ന് ഉയരുന്ന ഒരേ ഒരു ശബ്ദം, വാ മുഹമ്മദാ വാ അഹ്മദാ വാ അബുൽ ഖാസിമാ. ഇത് മാത്രമാണ് അന്ന് മഹ്ശറിൽ ഉയരുന്ന ശബ്ദം. വാ മുഹമ്മദാ വാ അഹ്മദാ വാ അബുൽ ഖാസിമാ. ഇത് മാത്രമാണ് അന്ന് മഹ്ശറിൽ ഉയരുന്ന ഒരു ശബ്ദം. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച ആളുകൾ പോകുക, ഉമ്മത്ത് ചോദിക്കുന്നു, വാ മുഹമ്മദാ ഐന തഗീബു അന്നാ തറക്തനാ. യാ മുഹമ്മദാ, മുത്തുനബിയേ, തങ്ങൾ ഞങ്ങളെ തൊട്ട് എവിടെയാണ് മറഞ്ഞു നിൽക്കുന്നത്? തങ്ങൾ എവിടെയാണ് ഒളിച്ചു നിൽക്കുന്നത്? തങ്ങൾ എവിടെയാണ് ഞങ്ങളെ തൊട്ട് മറഞ്ഞു നിൽക്കുന്നത്? തറക്തനാ, തങ്ങൾ ഞങ്ങളെ കൈവിട്ടുവോ? തങ്ങൾ ഞങ്ങളെ ഒഴിവാക്കിയോ എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബിയെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മത്ത് പൊട്ടിക്കരയുമ്പോൾ സുറാദിഖാത്തുൽ അർശിൽ നിന്നുകൊണ്ട് ആദം നബി പറയുന്നു, മുത്തുനബിയേ, അങ്ങയുടെ ഉമ്മത്തല്ലേ അങ്ങയെ വിളിച്ചുകൊണ്ട് കരയുന്നു, അങ്ങയുടെ ഉമ്മത്തല്ലേ അങ്ങയെ ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട മറിയം ബീവി, മാസിയ ബീവി, ഇവരെ കൂടെ തിരുക്കല്യാണം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹബീബായ മുത്തുനബി കല്യാണം കഴിക്കാൻ പോകുന്ന തരുണിമണികളല്ലേ? മറിയം ബീവിയെ മുത്തുനബി മുമ്പ് കണ്ടിട്ടില്ല, മറിയം ബീവിന്റെ കലാം മുമ്പ് കേട്ടിട്ടില്ല. ആദ്യമായി അള്ളാന്റെ റസൂല് മറിയം ബീവിയെ കാണുന്നു, അവിടുത്തെ കലാം കേൾക്കുന്നു. മറിയം ബീവി പറയുന്നു, ഹിയ ഉമ്മത്തു മുഹമ്മദ് നബിയേ. അവിടുത്തെ ഉമ്മത്ത് അയ്യം വിളിച്ചു വരുന്നു, ഉമ്മത്ത് കരഞ്ഞു വരുന്നു, ഉമ്മത്തിനെ ഒന്ന് സ്വീകരിക്കൂ. ആദ്യമായിട്ട് മറിയം ബീവി സംസാരിക്കുന്നത് മുത്തുനബി കേൾക്കുകയാ. എന്തൊരു സുന്ദരമായ സംസാരമാണ്! വല്ലാത്ത കന്യക പെണ്ണല്ലേ, മുത്തുനബിക്ക് കല്യാണം ചെയ്യാനുള്ള പെണ്ണല്ലേ, ബഹുമാനപ്പെട്ട ഈസനബിന്റെ ഉമ്മയല്ലേ. ഇരിക്കട്ടെ, ഹബീബ് പറയുന്നു, അനലഹ അനലഹ അനലഹ, പേടിക്കണ്ട, ഞാനതിന് ആളാ, ഞാനത് ചെയ്യുന്നതാ, നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാ എന്ന് പറഞ്ഞിട്ട് അർശിന്റെ താഴ്ഭാഗത്ത് പോയി മുത്തുനബി സുജൂദിൽ വീഴുന്നു. ഹബീബ് പഠിപ്പിക്കുന്നു, ഇന്ന് എനിക്ക് ഓർമ്മയിൽ വരാത്ത, ഇന്ന് വരെ ചിന്തയിൽ വരാത്ത ഒരുപാട് മഹാമിദുകളെ കൊണ്ട്, റബ്ബിന്റെ സ്തുതി കീർത്തനങ്ങളെ കൊണ്ട് അന്ന് ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നതാണ്. ആർക്കും
അല്പം വെറുപ്പ് തോന്നൂല. ഇത്ര തിരക്കുള്ള സമയത്ത്, പ്രയാസമുള്ള സമയത്ത് ഇയാൾ എന്താണ് ഇത്ര അധിക പ്രസംഗം നടത്തുന്നു എന്ന് ഒരാളും അന്ന് പറയില്ല. സർവർക്കും ഇഷ്ടപ്പെടുന്ന, സർവരും സ്വീകരിക്കുന്ന, സർവർക്കും താല്പര്യമുള്ള ഒരു ഹമീദ് ഞാൻ അന്ന് സ്തുതിക്കുന്നതാണ്. മഖാമം മഹ്മൂദാ ഖാല അല്ലാഹു അസ്സ വജൽ.